സാമ്പാർ ചീര ഉണ്ടാക്കാം. പരിപ്പും ചീരയും കൂടെ മിക്സ് ചെയ്തിട്ടൊരു കറി ഉണ്ടാക്കാം. അതിന് ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കണം. ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചെറുതായിട്ട് ചൂടാക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഈ തേങ്ങയെ, ശകലം ജീരകം, ഒരു കഷ്ണം ചുവന്നുള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മൾ അരച്ചുകൊണ്ട് വരണം. ചട്ടി ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സാമ്പാർ ചീര വെച്ചിട്ടാണ് നമ്മളൊന്ന് കറി വയ്ക്കുന്നത്. പരിപ്പും ചീരയും തക്കാളിയും കൂടെ. തക്കാളിയും പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചച്ചീരയുടെ മണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സാമ്പാർ ചീര, ഇതാണ് സാമ്പാർ ചീര. നമ്മൾ ഈ ചീരയാണ് പരിപ്പും ചീരയും തക്കാളിയും കൂടെ ഇട്ട് കറി വയ്ക്കുന്നത്. ഇതിപ്പോൾ ഈ ചീരയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചീര വാരി അതിനകത്ത് ഇട്ട് ഒരു ശകലം ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ അടപ്പയിൽ വെക്കുക. ശകലം ഉപ്പ് പൊടി ഇടണം. എന്നിട്ട് ഈ ചീര ഒന്ന് വേവിച്ച് വെക്കാൻ ഇതിനകത്തോട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ശകലം കാണത്തുള്ളൂ. താളിക്കാൻ വെച്ചതിന് ശേഷം കടുകിട്ട് എന്നിട്ട് ഉള്ളിയും വറ്റൽമുളകും അരിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് നമ്മൾ വേവിച്ച് വെച്ച തക്കാളി, പരിപ്പ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തതിനകത്ത് നമ്മൾ ഈ ചീര വേവിച്ചത് ഇട്ട് കൊടുക്കാം. എണ്ണയ്ക്കകത്ത് വേവിച്ചതാണ് ഈ ചീര, കാരണം പച്ച മണം മാറാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്ത് നമ്മൾ അരച്ച് വെച്ച പച്ച തേങ്ങയും ശകലം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കിയതും ഒരു കഷ്ണം ചുവന്നുള്ളി, ശകലം ജീരകം എല്ലാം കൂടെ അരച്ച് കൊണ്ടുവന്നതാണ് ഈ അരപ്പ്. എന്നിട്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് താളിച്ചത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കറി തിളച്ചതിന് ശേഷം. എല്ലാവരും വെച്ച് ഇത് നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ചീര കറിയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.